ഹലോ, എല്ലാവർക്കും മിനിസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പീച്ചിങ്ങ ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി ഒരു വലിയ പീച്ചിങ്ങയുടെ പകുതി ഞാൻ എടുത്തോളേ. ഇനി നമുക്ക് പൗഡർ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദ, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ്, അതിൻ്റെ 1/4 ടീസ്പൂൺ, അതിനകത്തുനിന്ന് 1/4 ടീസ്പൂൺ ഞാൻ പീച്ചിങ്ങ ഇട്ട് ഇതുപോലെ പീച്ചിങ്ങ അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് നമ്മളിതുപോലെ അരിഞ്ഞെടുക്കണം. അതിൻ്റെ മുകളിൽ ഈ 1/4 ടീസ്പൂൺ ഉപ്പ്, നമ്മൾ 1/2 ടീസ്പൂൺ എടുത്തില്ല, അതിൻ്റെ 1/4 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നാലേ പീച്ചിങ്ങയ്ക്കും ആ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റേ പൊടിയുടെ കൂടെ മാത്രം നമ്മൾ ഉപ്പിട്ടാൽ പൊടിക്ക് ആ ബാറ്ററിന് മാത്രമേ ഉപ്പിൻ്റെ ടേസ്റ്റ് കാണത്തുള്ളൂ, ഇതിന് കിട്ടത്തില്ല. പീച്ചിങ്ങയ്ക്ക് ചുമ്മാ പച്ച ഇതുപോലെ ഇരിക്കും. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി പൊടികളെല്ലാം മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാറ്റർ തയ്യാറാക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തയ്യാറാക്കിയാൽ മതി. അപ്പം ഇതൊരു നല്ലൊരു സ്നാക്കാണ്. പിന്നെ കഞ്ഞിയുടെ കൂടെ, അല്ലാതെ 4 മണിയൊക്കെ പിള്ളേർക്ക് കൊടുക്കാം. പിള്ളേർ ഈ പീച്ചിങ്ങയുടെ കറിയോ മെഴുക്ക് പുരട്ടിയോ ഒന്നും കഴിക്കത്തില്ല, ഇഷ്ടമല്ല പിള്ളേർക്ക്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർ നന്നായിട്ട് കഴിക്കും, വളരെ ഇഷ്ടപ്പെടും. നല്ല സിമ്പിളാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഇപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ബാറ്റർ തയ്യാറാക്കണം. ഒരു ഒറ്റ സ്ട്രെച്ചിന് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അതിൻ്റെ ഒരുപാട് ലൂസാകരുത്. അതിന് വേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ബാറ്റർ തയ്യാറാക്കുന്നത്. ഇതുപോലെ. ഇനി നമുക്ക് ഇപ്പം കറക്റ്റ് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഓരോ കഷ്ണം പീച്ചിങ്ങ നമ്മൾ റൗണ്ടായിട്ട് അരിഞ്ഞു വെച്ചില്ലേ, അത് ഈ ബാറ്ററിനകത്തോട്ട് മുക്കി നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഒരു ചീനിച്ചട്ടിയിൽ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, ചിലവർ വെജിറ്റബിൾ ഓയിലിൽ ചെയ്യാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നമുക്കൊരു കടായി വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകണം. നന്നായിട്ട് ചൂടായിട്ട് ഇതുപോലെ പീച്ചിങ്ങ ബാറ്ററിനകത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് മുക്കി 2 സൈഡും ബാറ്റർ ഇതാക്കി കോട്ടിങ് വരുന്ന രീതിയിൽ ഇതാക്കിയിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത്, ഒരു ടൈമിൽ ഒരു 4-5 എണ്ണം ഇടാം. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്നാകുകയും ചെയ്യും. നമ്മൾ വിത്തിൻ മിനിറ്റ്സ് നമുക്ക് പെട്ടെന്ന് ചെയ്ത്, ആരെങ്കിലും ഇപ്പം ഗസ്റ്റ് വന്നാലും വേറെ ഒന്നും നമുക്ക് കൊടുക്കാനില്ല, പീച്ചിങ്ങ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് അവർക്ക് കൊടുക്കാം. നല്ല ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാണ്ട് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് കൂടെ ഇട്ട് നല്ല രീതിയിൽ മൊരിച്ചെടുക്കണം. വലുതായിട്ട് വേവിക്കാനോ ഒന്നുമില്ല, അപ്പോഴത്തേക്കും പീച്ചിങ്ങയും വെന്തിരിക്കും. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ഓരോന്ന് നമുക്ക് ഒരു ഇതിൽ 5-6 എണ്ണം ഇടാം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു സ്നാക്കാണ് ഇത്. സോസിൽ മുക്കുകയോ അല്ലാതെയോ കഴിക്കാം. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.